Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിന്റെ പേര് വരുന്നത് ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി ഓൺ മീഡിയ ആൻഡ് മീഡിയേഷൻ. അതായത് ടെക്നോളജി മീഡിയയെയും അതുപോലെ തന്നെ മീഡിയേഷനെയും എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ രംഗത്ത് പ്രിന്റിങ്, അതുപോലെ തന്നെ വരുന്ന ഓരോരോ മാറ്റങ്ങൾ. ഇപ്പോൾ പ്രിന്റിങ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ പിന്നെ വരുന്ന ടെലിഫോൺ കമ്മ്യൂണിക്കേഷനാണ്, ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷനാണ്, അതുപോലെ തന്നെ നൂതനമായിട്ട് സിനിമാറ്റോഗ്രഫി, ഇങ്ങനെ വന്നിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് ഏത് രീതിയിലാണ് മീഡിയ മാധ്യമങ്ങളെ അതുപോലെ തന്നെ മീഡിയേഷനെയും ഇമ്പാക്റ്റ് ചെയ്തത്. എന്താ മീഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മീഡിയേഷൻ എന്ന് പറയുമ്പോൾ മീഡിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടന്റിന്റെ ക്രിയേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, മീഡിയേഷൻ. അപ്പൊ മീഡിയേഷനെയും അതുപോലെ തന്നെ മീഡിയയെയും ഏത് രീതിയിലാണ് ടെക്നോളജി ഇമ്പാക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ ഓരോന്നും ഏത് രീതിയിലാണ് ഈ മേഖലയിൽ, അതായത് മാധ്യമ രംഗത്ത് ഈ ഓരോ സംഭവങ്ങളും ടെക്നോളജിക്കലായിട്ടുള്ള ഓരോ അഡ്വാൻസ്മെന്റ്സ് ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. മാസ് മീഡിയ അഡോപ്റ്റഡ് ടെക്നോളജീസ് ഒക്കേഷണലി ആൻഡ് ട്രാൻസ്ഫോംഡ് ഇറ്റ്സെൽഫ് ഇൻടു മോർ സ്യൂട്ടബിൾ ഫോംസ്. മാസ് മീഡിയ അതായത് ഒരു വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തുന്ന മാധ്യമം, പത്രം പോലുള്ള, റേഡിയോ പോലുള്ള ഇത്തരം മാധ്യമങ്ങൾ, മീഡിയ ടെക്നോളജിയെ ഒക്കേഷണലി സാന്ദർഭികമായിട്ട് ഉപയോഗിക്കുന്നു. ട്രാൻസ്ഫോംഡ് ഇറ്റ്സെൽഫ് ഇൻടു മോർ സ്യൂട്ടബിൾ ഫോംസ്. മാത്രമല്ല അവ സ്വയം അനുയോജ്യമായ രൂപങ്ങളിലേക്ക് മാറുന്നു. അതായത് എല്ലാ സാഹചര്യങ്ങളിലും ഒരു രീതി പോരാ. അതായത് ഒരു സാഹചര്യത്തിൽ റേഡിയോ ആണെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ പത്രമായിരിക്കും, അങ്ങനെ. പിന്നെ മാത്രമല്ല കാലത്തിനൊത്ത് അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ അവ സ്വയം വിധേയമാകുന്നു അല്ലെങ്കിൽ സ്വയം മാറുന്നു. ദ ട്രാൻസ്മിഷൻ ഫ്രം മോണോ ഓണർഷിപ്പ് ടു ക്രോസ് മീഡിയ ഓണർഷിപ്പ്. മോണോ ഓണർഷിപ്പിൽ നിന്നും ക്രോസ് മീഡിയ ഓണർഷിപ്പിലേക്കുള്ള മാറ്റം. അതായത് ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഒരു മീഡിയം എന്നുള്ളതിൽ നിന്നും, അതായത് മീഡിയങ്ങളിലേക്കുള്ള ഒരു മാറ്റം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഒരു പത്രമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം എന്നുള്ളതിൽ നിന്നും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ എന്തുണ്ടാവുക, മീഡിയം, പല തരത്തിലുള്ള മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മീഡിയ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടാവാം. ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ തന്നെ പത്രം ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ പിന്നെ അപ്പൊ നമുക്ക് തന്നെ അറിയാം, അപ്പൊ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ തന്നെ എന്തുണ്ടായിരിക്കാം, ടെലിഫോൺ ഉണ്ട്, അതുപോലെ പിന്നെ പലതരത്തിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂസ് പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ ചാനൽ ഉണ്ട്. അപ്പൊ ഇത്തരത്തില് അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പല മാധ്യമങ്ങൾ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലേക്ക് വരാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ. ഇതാണ് ക്രോസ് മീഡിയ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാറ്റം, മോണോ ഓണർഷിപ്പിൽ നിന്നും ക്രോസ് മീഡിയ ഓണർഷിപ്പിലേക്കുള്ള ഒരു മാറ്റം കാണിക്കുന്നത് ടെക്നോളജിക്കൽ ചേഞ്ചസ് പ്രൊഫൗണ്ട്ലി ഇമ്പാക്റ്റ് മാസ് മീഡിയ ഫ്രം ദി മീഡിയ ഓപ്പറേറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ദി ഓഡിയൻസസ് പെർസ്പെക്റ്റീവ്സ്. അതായത് ഇത് കാണിക്കുന്നത് ഓഡിയൻസിന്റെ കാഴ്ചപ്പാടിലും അതുപോലെ തന്നെ ഓപ്പറേറ്ററുടെ കാഴ്ചപ്പാടിലും മാസ് മീഡിയയെ ടെക്നോളജി എന്തുമാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്നു, എന്തുമാത്രം ആഴത്തിൽ ടെക്നോളജി മാസ് മീഡിയയെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ്, അല്ലെങ്കിൽ അതാണ് ഈ ഒരു ട്രാൻസ്മിഷൻ കാണിക്കുന്നത്. അതായത് മോണോ ഓണർഷിപ്പിൽ നിന്നും ക്രോസ് മീഡിയ ഓണർഷിപ്പിലേക്കുള്ള ഈ ഒരു വരവ് കാണിക്കുന്നത്
ടെക്നോളജിയുടെ ഇമ്പാക്റ്റിനെയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഓരോ തരത്തിലുള്ള അഡ്വാൻസ്മെന്റ്സ് ഏത് രീതിയിൽ മാസ് മീഡിയയെ സ്വാധീനിക്കുന്നു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പ്രിന്റിംഗ് ഹാസ് എനാബിൾഡ് മാസ് പ്രൊഡക്ഷൻ ഓഫ് ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് അതർ പ്രിന്റഡ് മെറ്റീരിയൽസ്. എന്താണ് പ്രിന്റിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിന്റിങ് വന്നതോടുകൂടി ബുക്സിൻ്റെയും ന്യൂസ് പേപ്പറിൻ്റെയും മറ്റു പ്രിന്റഡ് മെറ്റീരിയൽസിൻ്റെയും മാസ്സായിട്ടുള്ള വലിയ തോതിലുള്ള പ്രൊഡക്ഷന് സഹായമായി. മാത്രമല്ല ഇതോടുകൂടി മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ പീപ്പിൾ ടു ആക്സസ് ഇൻഫോർമേഷൻ ആൻഡ് ഐഡിയാസ്. അതായത് ഇതോടുകൂടി ആളുകൾക്ക് ഇൻഫോർമേഷൻ അതുപോലെ തന്നെ ഐഡിയാസ് ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളത് ഈസിയറായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം പുസ്തകമാണെങ്കിലും ബുക്സ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രിന്റഡ് മെറ്റീരിയൽസിന്റെ ലഭ്യത കൂടി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ മാസ് പ്രൊഡക്ഷനായി, ഇവയുടെ ഉൽപാദനം വളരെ വലിയ രീതിയിലായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇൻഫോർമേഷനും ഐഡിയാസും ലഭിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാട് കൂടി. വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട്സ് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ഈസ്. ഇനി പ്രിന്റിംഗ് ടെക്നോളജിയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് റോൾ ഇൻ സ്പ്രെഡിങ് നോളേജ് ആൻഡ് ഐഡിയാസ്. അതായത് നോളേജും ഐഡിയാസും സ്പ്രെഡ് ചെയ്യുന്നതിൽ, വ്യാപിപ്പിക്കുന്നതിൽ ഈ ഒരു പ്രിന്റിങ്ങിന്റെ റോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ്. പ്രിന്റിംഗ് ടെക്നോളജി ഹാസ് ഓൾസോ ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ പൊളിറ്റിക്സ് ആൻഡ് ഗവൺമെന്റ്സ്. അതായത് ഗവൺമെന്റുകളെയും അതുപോലെ തന്നെ പൊളിറ്റിക്സിനെയും ഇമ്പാക്റ്റ് ചെയ്യാം. അതായത് ഗവൺമെന്റ്സിന്റെ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ പ്രിന്റിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട്. ദ പ്രിന്റിംഗ് പ്രസ് മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ പീപ്പിൾ ടു. ഈ പ്രിന്റിംഗ് പ്രസ്സുകൾ അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജി ആളുകളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാക്കി കൊടുത്തു. എന്തിനു എളുപ്പമാക്കി കൊടുത്തു? പീപ്പിൾ ടു ആക്സസ് ന്യൂസ് ആൻഡ് ഇൻഫോർമേഷൻ ആൻഡ് ഷെയർ ദെയർ ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്. ന്യൂസും ഇൻഫോർമേഷനും ഒക്കെ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ആളുകൾക്ക് അവരുടെ ഐഡിയാസും അതുപോലെ ഒപ്പീനിയൻസും ഷെയർ ചെയ്യുന്നത് പ്രിന്റിംഗ് പ്രസ്സുകൾ, പ്രിന്റിംഗ് ടെക്നോളജി ഇതിനുള്ള സൗകര്യങ്ങൾ, അവസരങ്ങൾ വളരെയധികം എളുപ്പമാക്കി കൊടുത്തു. ദിസ് ഹെൽപ്ഡ് ടു ക്രിയേറ്റ് എ മോർ ഇൻഫോംഡ് സിറ്റിസൺറി ആൻഡ് ലെഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഫോംസ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിസം. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് തന്നെ ഒരു മോർ ഇൻഫോംഡ് സിറ്റിസൺറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവുള്ള, വിദ്യാഭ്യാസമുള്ള, നോളേജ് ഉള്ള ഒരു വിഭാഗം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിനും അത്തരത്തിൽ ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും അറിവുള്ള ഒരു ജനത, അത്തരമൊരു ജനതയെ വാർത്തെടുക്കുന്നതിനും അതിൻ്റെ ഫലമായി പിന്നെ ലെഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഫോംസ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിസം. അതായത് പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സച്ചാസ് ഏതുപോലെ പാംഫ്ലിറ്റീറിംഗ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പേഴ്സ്. അതായത് പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പേഴ്സ്, രാഷ്ട്രീയപരമായിട്ടുള്ള ന്യൂസുകൾ, അതുപോലെ തന്നെ പാംഫ്ലിറ്റീറിങ്സ് ആളുകളിലേക്ക് ലഘുലേഖ പോലുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആളുകൾക്ക് ഇൻഫോർമേഷൻ, ഐഡിയാസ്, നോളേജ് നൽകുന്നതിന്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ ലഘുലേഖകളായിട്ടും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പേഴ്സ്, അതായത് ഇലക്ഷൻ അടുത്താലും അല്ലെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പത്രങ്ങളും മറ്റും അവയുടെ ഒരു പ്രചാരണം, ഇതൊക്കെ പുതിയ പൊളിറ്റിക്കൽ ആക്ടിവിസം ഇത്തരത്തിൽ രംഗപ്രവേശനം ചെയ്യാൻ തുടങ്ങി. ഇത്രയുമാണ് ഈ തരത്തിലൊക്കെയാണ് എന്ത് ചെയ്തത്, പ്രിന്റിങ് സ്വാധീനിച്ചത്. ഇതൊക്കെയാണ് പ്രിന്റിങ്ങിന്റെ ഇമ്പാക്റ്റ് മാധ്യമ മേഖലയിൽ. ഇനി ടെലഗ്രാഫ് ടെക്നോളജി ഏത് തരത്തിലാണ് ഇമ്പാക്ട് ചെയ്തത്? രണ്ടാമത്തേത് ടെലഗ്രാഫ് ടെക്നോളജിയാണ്. ദ ടെലഗ്രാഫ് ആൾസോ had a significant impact on politics and warfare. ടെലഗ്രാഫിന്റെ ഇമ്പാക്ട് നമ്മൾ കാണുന്നത് രാഷ്ട്രീയ മേഖലയിലും അതുപോലെ തന്നെ യുദ്ധതലത്തിലുമാണ്. വാർഫെയർ, യുദ്ധതലത്തിലും നമുക്ക്
ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് കാണാം. ഡ്യൂറിങ് ദി അമേരിക്കൻ സിവിൽ വാർ നടക്കുന്ന സമയത്ത് ദ ടെലഗ്രാഫ് വാസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ടു കമ്മ്യൂണിക്കേറ്റ് ഓർഡേഴ്സ് ആൻഡ് ഇൻഫോർമേഷൻ. ഓർഡേഴ്സും അതുപോലെ തന്നെ ഇൻഫോർമേഷനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എക്സ്റ്റെൻസീവായിട്ട് വ്യാപകമായിട്ട് അമേരിക്കൻ സിവിൽ വാറിന്റെ സമയത്ത് ടെലഗ്രാഫ് ഉപയോഗിച്ചിരുന്നു. ആര്? ബിറ്റ്വീൻ കമാൻഡേഴ്സിനിടയിലും ബിറ്റ്വീൻ കമാൻഡേഴ്സ് ഇൻ ദ ഫീൽഡ്, യുദ്ധത്തിലുള്ള കമാൻഡേഴ്സിനിടയിലും അതുപോലെ തന്നെ ആൻഡ് ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥര്, അതായത് ഉദ്യോഗ തലത്തിലുള്ള ഭരണതലത്തിലുള്ള രാഷ്ട്രീയ തലത്തിലുള്ള ഒഫീഷ്യൽസും അതുപോലെ തന്നെ ഫീൽഡിലുള്ള കമാൻഡേഴ്സ്, യുദ്ധതലത്തിലുള്ള കമാൻഡേഴ്സ്, അതായത് യുദ്ധക്കളത്തിലുള്ള കമാൻഡേഴ്സിന്, അതായത് പട്ടാള ഉദ്യോഗസ്ഥർക്ക് ഒഫീഷ്യൽസിന് പിന്നെ ഓർഡേഴ്സും അതുപോലെ തന്നെ ഇൻഫർമേഷനും ഒക്കെ നൽകുന്നതിന് വേണ്ടി യുദ്ധസമയങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ സിവിൽ വാർ ആ ഒരു സമയത്ത് എന്ത് ചെയ്തിരുന്നു? ടെലഗ്രാഫ് വളരെയധികം സഹായകമായി എന്നാണ് പറയുന്നത്. During the American Civil War, the telegraph was used extensively to communicate orders and information between commanders in the field and officials in Washington DC. അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള വാഷിംഗ്ടൺ DC-യിലുള്ള ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥർക്ക് യുദ്ധക്കളത്തിലുള്ള കമാൻഡേഴ്സിന് ഓർഡേഴ്സും ഇൻഫോർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ടെലഗ്രാഫ് ടെക്നോളജി ഉപയോഗിച്ചിരുന്നു. ഇനി ദിസ് ഹെൽപ്ഡ് ടു മേക്ക് ദ യൂണിയൻ ആർമി മോർ എഫക്റ്റീവ്. ഇതെന്ത് ചെയ്തു? യൂണിയൻ ആർമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ, യുദ്ധത്തിൽ അവരുടെ കാര്യങ്ങളെ ഇഫക്റ്റീവ് ആക്കി, കൂടുതൽ ഫലപ്രദമാക്കി. ആൻഡ് എഫിഷ്യന്റ് ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു ഇറ്റ്സ് അൾട്ടിമേറ്റ് വിക്ടറി. അങ്ങനെ ആ ഒരു യുദ്ധത്തിലെ സൈന്യത്തിന്റെ അന്തിമ വിജയത്തിന്, അൾട്ടിമേറ്റ് വിക്ടറിക്ക് ഇതൊരു വളരെ സഹായം, അല്ലെങ്കിൽ അതിനാവശ്യമായ രീതിയിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലഗ്രാഫ് യുദ്ധത്തിന്റെ അന്തിമ വിജയത്തിലേക്ക് സൈന്യത്തെ കൊണ്ടെത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു. അടുത്തത് ടെലഫോണിനെ കുറിച്ചാണ്. അതായത് ടെലഫോൺ എന്ന് പറയുന്ന സാങ്കേതിക പുരോഗതി കമ്മ്യൂണിക്കേഷനും മീഡിയേഷനെ ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ദ ടെലഫോൺ മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ മോർ പേഴ്സണൽ. അതായത് നമ്മളൊരു അനൗൺസ്മെന്റ് നടത്തുന്ന പോലെയല്ല മൊബൈൽ ഫോണിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പേഴ്സണലാണ്, വ്യക്തിപരമായിട്ടാണ്. ആർക്കാണോ ഫോൺ വിളിച്ചത് ആ രണ്ടുപേരും മാത്രമേ അറിയൂ. വിത്ത് ടെലഫോണിന്റെ വരവ് അല്ലെങ്കിൽ ടെലഫോൺ സൗകര്യം, ആ ഒരു ടെലഫോൺ ടെക്നോളജി, പീപ്പിൾ കുഡ് ഹിയർ ദ വോയിസ് ഓഫ് ദ പേഴ്സൺ ദേ വർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത്. നമ്മൾ ആരുമായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആരുമായിട്ടാണോ സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അവരുടെ ശബ്ദം മാത്രം നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അത്തരത്തിലുള്ള ഒരു സാങ്കേതികത, ടെക്നോളജിയാണ് ടെലഫോൺ. മാത്രമല്ല ഈ ഒരു ടെക്നോളജി വിച്ച് മെയ്ഡ് മോർ പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ്, ഇതോടുകൂടി ആശയവിനിമയങ്ങളെ, കമ്മ്യൂണിക്കേഷനെ കൂടുതൽ പേഴ്സണൽ ആക്കാനും അതുപോലെ തന്നെ ഇൻറ്റിമേറ്റ് ആക്കാനും സംസാരിക്കുന്ന വ്യക്തികൾക്കിടയിൽ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനും സാധ്യമായി. ദിസ് അലൗഡ് ഫോർ മോർ എമോഷണൽ കണക്ഷൻസ് ബിറ്റ്വീൻ പീപ്പിൾ. ഈ ഒരു ടെലഫോൺ ഇത് വന്നതോടുകൂടി ആളുകൾക്കിടയിലെ വൈകാരിക ബന്ധങ്ങൾ കൂടുതൽ ശക്തമായി, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ കൂടുതൽ വൈകാരിക ബന്ധങ്ങൾ, എമോഷണൽ കണക്ഷൻസ് ആളുകൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ ടെലഫോണിന് കഴിഞ്ഞു. മറ്റൊന്ന്, ഹെൽപ്ഡ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സ്. ഒരുപാടായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഉള്ള ബന്ധങ്ങൾ. അപ്പൊ ഇത്രയെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇടക്കിടക്ക് ഇങ്ങനെ പോയി മീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഊഷ്മളത നിലനിർത്താൻ കഴിയില്ല. അപ്പൊ ഇവിടെ നമുക്ക് ടെലഫോണ് ആ ഒരു ബന്ധത്തിന്റെ ഊഷ്മളത, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ്, അതായത് ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാം. ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഇടക്കിടക്ക് പോയി കാണാൻ കഴിയില്ല, ആ കാണാൻ നമുക്ക് ചെല്ലാത്തതിൻ്റെ ഗ്യാപ്പ്, ആ ഒരു കുറവ് നമുക്ക് ടെലിഫോണിലൂടെ നികത്താൻ പറ്റും.
നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊരു സുഹൃത്തിനെ ഡെയിലി എന്നും അയാൾ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അയാളുള്ള സ്ഥലത്തോ പോയി കാണാൻ കഴിയില്ല. ആ ഒരു കുറവ് നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ജസ്റ്റ് കേവലം ഒരു ഫോൺ കോൾ മതി. കാരണം എന്നും പോയി കാണാൻ പ്രയാസമാണ്, പക്ഷെ ജസ്റ്റ് ഒന്ന് വിളിക്കാൻ നമുക്ക് എന്തില്ല, പ്രയാസമില്ല. അപ്പൊ ഇത്തരത്തില് ആ ഒരു ബന്ധങ്ങളിൽ ഗ്യാപ്പ് വരുന്നത് ബ്രിഡ്ജ് ചെയ്യാം, അത് നമുക്ക് നികത്താൻ ടെലഫോണിലൂടെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇതാണ് മാധ്യമ രംഗത്ത് ടെലഫോണിന്റെ ഒരു ഇമ്പാക്റ്റ്. ഇനി റേഡിയോ അല്ലെ, ആധുനികമായിട്ട് എന്ന് വിളിക്കാവുന്ന ഒരു പുരോഗതി, ഒരു അഡ്വാൻസ്മെന്റ് ആണ് എന്ത്, റേഡിയോ എന്നുള്ളത്. വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട്സ് ഓഫ് റേഡിയോ ഹാസ് ബീൻ, റേഡിയോയുടെ എടുത്തു പറയത്തക്ക ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എബിലിറ്റി ടു ഇൻഫോം ആൻഡ് എഡ്യൂക്കേറ്റ് പബ്ലിക്. പൊതുജനത്തെ കാര്യങ്ങൾ അറിയിക്കാനും പൊതുജനത്തെ പഠിപ്പിക്കാനുമുള്ള ഒരു കഴിവ് റേഡിയോക്ക് ഉണ്ട്. റേഡിയോക്ക് ഇൻഫോം ചെയ്യാനും അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാനും കഴിയും, പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാം. പൊതുവെ അത്തരത്തിലുള്ള ഒരു മാധ്യമമായിട്ടാണ് റേഡിയോ നിലനിൽക്കുന്നത്. അതായത് പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാം, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഇനി ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്, അതായത് എടുത്തു പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നത് റേഡിയോ ആണ്. ഏത്, രണ്ടാം ലോക മഹായുദ്ധ സമയം എന്ന് പറയുമ്പോൾ ടെലിവിഷനൊന്നും അത്ര അങ്ങോട്ട് എന്തായിട്ടുണ്ടാവില്ല, വ്യാപകമായിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റേഡിയോ പ്ലേഡ് എ ക്രിട്ടിക്കൽ റോൾ. ആ സമയത്ത് നിർണായകമായിട്ടുള്ള ഒരു റോള് റേഡിയോ കൈകാര്യം ചെയ്തു. എന്ത് റോളാ റേഡിയോ, എന്ത് കാര്യത്തിലാണ് ഇത്രയ്ക്കും നിർണായകമായ റോള് റേഡിയോക്ക് ഉണ്ടായിരുന്നത്? ഇൻ കീപ്പിംഗ് പീപ്പിൾ ഇൻഫോംഡ് അബൌട്ട് ദ പ്രോഗ്രസ് ഓഫ് ദ വാർ. ആ യുദ്ധ സമയത്ത് യുദ്ധത്തിന്റെ പുരോഗതി, യുദ്ധത്തിന്റെ അവസ്ഥ ആളുകളെ ഓരോ സമയവും അറിയിച്ചു കൊണ്ടേയിരുന്നു. കാരണം അതുമായിട്ട് ഇപ്പൊ എന്താണ് അവസ്ഥ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അത്തരം ഒരു ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടായില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിൽ റേഡിയോ കീപ്പിംഗ് പീപ്പിൾ ഇൻഫോംഡ്, ആളുകളെ അറിയിച്ചു കൊണ്ടേയിരുന്നു. അതായത് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും യുദ്ധത്തിന്റെ ആ ഒരു സമയത്തെ ഗതികൾ എന്താണോ അത് ആളുകൾ അറിയിച്ചു കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ആൻഡ് പ്രൊവൈഡിങ് അപ്ഡേറ്റ്സ് ഓൺ ദി ഹോം ഫ്രണ്ട്, അതുപോലെ തന്നെ ഹോം ഫ്രണ്ടിൽ നിന്നുമുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചു. ഹോം ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ മറ്റൊരു രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരും അതുപോലെ തന്നെ അവരുടെ പട്ടാളക്കാരും എവിടെയായിരിക്കും, യുദ്ധമുഖത്തായിരിക്കും. അപ്പോൾ നമ്മളുടെ ആളുകള്, അതായത് നമ്മളുടെ സ്വന്തം ആളുകൾ ആ യുദ്ധമുഖത്തുണ്ടായിരിക്കും. അവരെ കുറിച്ചുള്ള വിവരങ്ങൾ, കാരണം നമ്മളെവിടെയായിരിക്കും, നമ്മളെ നാട്ടിൽ നമ്മളെ ജോലിയിലായിരിക്കും അല്ലേ, അപ്പൊ നമ്മളിലേക്ക് എത്തിച്ചു വരിക. അതാണ് ഹോം ഫ്രണ്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ. യുദ്ധം നടക്കുമ്പോൾ എന്ത് ചെയ്യാം, ആ യുദ്ധത്തെ കുറിച്ചുള്ള ഹോം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുന്ന യുദ്ധമുഖത്ത് നിന്നുമുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുക, വീട്ടുകാർക്ക് ബന്ധുക്കൾക്ക് മറ്റും പ്രൊവൈഡ് ചെയ്യുന്നതിൽ റേഡിയോ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അനദർ ഇമ്പോർട്ടന്റ് ഇമ്പാക്ട് ഓഫ് റേഡിയോ ഹാസ് ബീൻ, റേഡിയോയുടെ മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയോയുടെ മറ്റൊരു ഇമ്പാക്റ്റ്, ഇറ്റ്സ് എബിലിറ്റി ടു കണക്ട് പീപ്പിൾ അക്രോസ് ബോർഡേഴ്സ്. അതായത് അക്രോസ് ബോർഡേഴ്സ് എന്ന് പറയുമ്പോൾ വിവിധ രാജ്യങ്ങളിലെ, വിവിധ സംസ്ഥാനങ്ങളിലെ, വിവിധ രാജ്യങ്ങളിലെ അതിർത്തിക്ക് അപ്പുറങ്ങളിലെ ഇപ്പുറങ്ങളിലെ ഉള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ കണക്ട് ചെയ്യുക, അത്തരം ആളുകളെ തമ്മിൽ. അതുപോലെ തന്നെ ആൻഡ് കൾച്ചേഴ്സ്, വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള ആളുകൾ, ഇത്തരം ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിൽ റേഡിയോയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. ദ ഇമ്പാക്ട് ഓഫ് റേഡിയോ ഓൺ ഇന്ത്യൻ സോയിൽ വാസ് എ ഡീപ്പ്. ഇന്ത്യൻ മണ്ണിൽ റേഡിയോയുടെ ഇമ്പാക്റ്റ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളിൽ റേഡിയോ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വാസ് ഡീപ്പ്. വളരെ ആഴത്തിൽ തന്നെ ഇന്ത്യയിലുള്ള ആളുകളെ റേഡിയോ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റേഡിയോക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്? രണ്ട് കാരണമാണ്. ഒന്ന്, ആസ് ദ മീഡിയം വാസ് കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. റേഡിയോ എന്ന് പറയുമ്പോൾ അത് ലെസ് എക്സ്പെൻസീവ് ആണ്, വില കുറഞ്ഞതാണ്, ഒരുപാട് കാശ് മുടക്കേണ്ട. മറ്റൊന്ന്, ഈസി ടു യൂസ്, ഏതൊരാൾക്കും
വളരെ നിഷ്പ്രയാസമായിട്ട് അത് കൈകാര്യം ചെയ്യാം. പിന്നെ people used to carry the radio sets to their fields as it permitted them to access programs while they engaged in their works. ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ഫീൽഡുകളിലേക്ക്, വർക്ക് സൈറ്റുകളിലേക്ക്, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക്, പാടങ്ങളിലേക്കും മറ്റും വയലുകളിലേക്കും മറ്റും അവർ റേഡിയോ സെറ്റ്സ് കൊണ്ടുപോയിരുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഇറ്റ് പെർമിറ്റഡ് ദം ടു ആക്സസ് പ്രോഗ്രാംസ് വൈൽ ദേ എൻഗേജ്ഡ് ഇൻ ദെയർ വർക്ക്സ്. അവർ വർക്ക് ചെയ്യുമ്പോൾ, അവരുടെ വയലുകളിലാണെങ്കിലും സൈറ്റുകളിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പ്രോഗ്രാം ആക്സസ്, അവർക്ക് പ്രോഗ്രാം ലഭിച്ചിരുന്നു. കാരണം ടി വി പോലെ നമ്മൾ അതിലേക്ക് നോക്കിയിരിക്കേണ്ട കാര്യമല്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം കേൾക്കുക എന്നുള്ളത് അത് നമുക്ക് പെർമിറ്റഡ് ആണ്. നമുക്ക് പ്രോഗ്രാംസ് അവിടെ അവർക്ക് ആക്സസ് അവർക്ക് ലഭിച്ചിരുന്നു. റേഡിയോ ഹാസ് ഹാഡ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ പൊളിറ്റിക്സ് ആൻഡ് ഡെമോക്രസി. അതായത് ഒരു രാജ്യത്തെ രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും വളരെയധികം സ്വാധീനം റേഡിയോ ചെലുത്തിയിരുന്നു. ഏത് രീതിയിൽ? റേഡിയോ ടോക്ക് ഷോസ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഇന്ന് ടെലിവിഷൻ ടോക്ക് ഷോസ് ആണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ റേഡിയോ ടോക്ക് ഷോസ്, അതുപോലെ തന്നെ കോളിൻ പ്രോഗ്രാംസ്, അതായത് നമ്മൾ റേഡിയോയിലേക്ക് വിളിക്കുന്ന കോളിൻ പ്രോഗ്രാംസ് പ്രൊവൈഡ് എ ഫോറം ഫോർ പബ്ലിക് ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്. അതായത് റേഡിയോ ടോക്ക് ഷോസ് അതുപോലെ തന്നെ കോളിംഗ് പ്രോഗ്രാംസ് പബ്ലിക് ഡിസ്കഷൻസിനും അതുപോലെ തന്നെ ഡിബേറ്റിനുമുള്ള വേദി നൽകിയിരുന്നു. മാത്രമല്ല ഇവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം allowing people to share their opinions and engage with each other on important issues. അവ ഇത്തരം ടോക്ക് ഷോകളിലും കോളിംഗ് പ്രോഗ്രാമുകളിലും ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നതിനും ആളുകളെ അനുവദിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതത് കാലഘട്ടങ്ങളിൽ, ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെയും പൊളിറ്റിക്സിനെയും ഡെമോക്രസിയെയും വളരെ വലിയ രീതിയിൽ റേഡിയോ ഇമ്പാക്റ്റ് ചെയ്തിരുന്നു. ഇനി അടുത്തത് ഫോട്ടോഗ്രാഫി. ഫോട്ടോ എടുക്കുക. ഫോട്ടോഗ്രാഫി ഏത് നിലയിലാണ് മീഡിയ രംഗത്തെ ഇമ്പാക്റ്റ് ചെയ്തത്? One of the most significant impacts of photography technology was its role in journalism and news media. അതായത് ഫോട്ടോഗ്രാഫിയുടെ സിഗ്നിഫിക്കന്റ് റോൾ എന്ന് പറയുന്നത് ന്യൂസ് മീഡിയ, ജേർണലിസം തലങ്ങളിലെ അതിൻ്റെ റോളാണ്. ജേർണലിസത്തിലെ റോള്, ന്യൂസ് പേപ്പറിലെ, ന്യൂസ് മീഡിയയില് ഫോട്ടോഗ്രാഫിയുടെ റോള്. ഒരു കാര്യം എന്താണ് റോള്? വളരെ വലിയ റോള് ഫോട്ടോഗ്രാഫിക്ക്. എന്താ കാര്യം? ഒരു കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫോട്ടോയും കൂടി കാണിച്ചു കഴിഞ്ഞാൽ എന്തായി? അതിൻ്റെ സ്വീകാര്യത ഇരട്ടിയായി. അതന്നെയാണ് എന്ത് ജേർണലിസത്തിലും ന്യൂസ് മീഡിയയിലും ഫോട്ടോഗ്രാഫിയുടെ റോൾ എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫി ടെക്നോളജി ഹെൽപ്ഡ് ടു ട്രാൻസ്ഫോം ജേർണലിസം മേഖലയെ മാറ്റിമറിക്കാൻ ഫോട്ടോഗ്രാഫി ടെക്നോളജിക്ക് കഴിഞ്ഞു. വളരെ വലിയ മാറ്റമാണ് ഫോട്ടോഗ്രാഫി വന്നതോടുകൂടി ജേർണലിസം മേഖലയിൽ ഉണ്ടായത്. അതും എങ്ങനെ? ബൈ പ്രൊവൈഡിങ് എ വിഷ്വൽ റെക്കോർഡ് ഓഫ് ഇവന്റ്സ്. അതായത് പറയുന്ന കാര്യങ്ങളെ എന്താണോ, പറയുകയാണെങ്കിലും പത്രമാണെങ്കിലും എന്താണോ അതിൻ്റെ ഒരു വിഷ്വൽ റെക്കോർഡ്, അതായത് അതിൻ്റെ ഒരു ചിത്രം കൂടി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു ജേർണലിസം മേഖലയെ മാറ്റിമറിക്കുന്ന ഒരു അഡ്വാൻസ്മെന്റ്, ഒരു ടെക്നോളജി ആയിരുന്നു ഏത്? ഫോട്ടോഗ്രാഫി ടെക്നോളജി. ദിസ് അലോവ്ഡ് ന്യൂസ് പേപ്പേഴ്സ്, അല്ലെ? വളരെ വലിയ മാറ്റം ഇതിന്റെ ഫലമായിട്ടുണ്ടാവുന്നത് പത്രത്തിലാണ്, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കളർ ഫോട്ടോസോട് കൂടി വരുന്ന പത്രങ്ങൾ, അല്ലെ? വല്ലാത്തൊരു എന്താണ് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണത്. ദിസ് അലോവ്ഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് അതർ മീഡിയ ഔട്ട്ലെറ്റ്സ് ടു കൺവേ ദ ന്യൂസ് ടു ദെയർ ഓഡിയൻസസ്. അതായത് ഇത് പത്രമാധ്യമങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള മീഡിയ ഔട്ട്ലെറ്റ്സിന് അവരുടെ ഓഡിയൻസിന് ചിത്രസഹിതമായിട്ട്
വാർത്തകൾ കൺവേ ചെയ്യുന്നതിന് സാധ്യമാക്കി. Another significant impact of photography was, ഫോട്ടോഗ്രാഫിയുടെ മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇൻ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് ഫോട്ടോഗ്രാഫിയുടെ ഇമ്പാക്റ്റ്, ഫോട്ടോഗ്രാഫി വളരെയധികം ഇമ്പാക്റ്റ് ചെയ്ത മറ്റൊരു തലമാണ് മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും. അല്ലേ, നമ്മൾ പലപ്പോഴും ആ ഫോട്ടോ കണ്ടിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ആകർഷ്ടരാകുന്നത്. അപ്പൊ മറ്റൊരു തലമാണ് അഡ്വർടൈസിങ്ങും മാർക്കറ്റിങ്ങും. വിത്ത് ദ എബിലിറ്റി ടു ക്രിയേറ്റ് വിഷ്വലി കമ്പല്ലിംഗ് ഇമേജസ്, കാഴ്ചയിൽ ആളുകളെ ആകർഷ്ടരാക്കുന്ന ചിത്രങ്ങളുടെ നിർമ്മാണത്തോടു കൂടി അത്തരം ഇമേജസ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി, കമ്പല്ലിംഗ് ആയിട്ടുള്ള, കണ്ടാൽ ആളുകളെ പ്രേരിപ്പിക്കുന്ന ചിത്രങ്ങൾ, അത്തരം ചിത്രങ്ങളുടെ നിർമ്മിതിയോടുകൂടി ബിസിനസ് ഹാവ് ബീൻ ഏബിൾ ടു യൂസ് ഫോട്ടോഗ്രാഫി. അപ്പൊ ഇതോടുകൂടി ബിസിനസ്സുകളിൽ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കാൻ സാധിച്ചു. ടു പ്രൊമോട്ട് ദയർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, ബിസിനസ്സിൽ അവരുടെ പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ സേവനങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതുവരെ ഉള്ള രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇൻ ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് വേസ്, അതായത് പുതിയതും അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് പരിഷ്കൃതവുമായിട്ടുള്ള രീതികളിലൂടെ, പരിഷ്കരിച്ച പുതുമയുള്ള രീതികളിലൂടെ ആളുകളിലേക്ക്, ഓഡിയൻസിലേക്ക് പ്രോഡക്ട്സുകളും സർവീസുകളും പ്രൊമോട്ട് ചെയ്യുന്നതിന് കമ്പല്ലിംഗ് ആയിട്ടുള്ള ഇമേജസുകളിലൂടെ ബിസിനസ്സിൽ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. നോക്കൂ, അടുത്ത ഒരു ടെക്നോളജി എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രഫി എന്നുള്ളതാണ്. വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓഫ് സിനിമാറ്റോഗ്രഫി, സിനിമാറ്റോഗ്രഫിയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, സിനിമയുടെ ഇമ്പാക്റ്റ്, വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട്സ് ഓഫ് സിനിമാറ്റോഗ്രഫി ടെക്നോളജി വാസ് ഇറ്റ്സ് റോൾ ഇൻ ഡെവലപ്പിംഗ് പോപ്പുലർ കൾച്ചർ. അതായത് പോപ്പുലർ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പോപ്പുലർ കൾച്ചർ ഡെവലപ്പ് ചെയ്യാം, ആ കൾച്ചർ എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. അത്തരത്തിൽ, അതായത് മേൽക്കോയ്മയുള്ള കൾച്ചർ, ആ കൾച്ചർ മിക്കവാറും ആ കൾച്ചർ ആയിരിക്കും സിനിമയുടെ കൾച്ചർ. അപ്പൊ അത്തരം ഒരു കൾച്ചറിനെ പോപ്പുലറൈസ് ചെയ്യാം, അല്ലെങ്കിൽ അത്തരം ഒരു കൾച്ചറിന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ അത്തരം ഒരു കൾച്ചറിനെ വ്യാപിപ്പിക്കാം, ഇതിലൊക്കെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പോപ്പുലർ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ സിനിമയ്ക്ക് വളരെയധികം വലിയ പ്രാധാന്യമുണ്ട്. മിക്കവാറും ആ ഒരു പോപ്പുലർ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോമിനന്റ് ആയിട്ടുള്ള കൾച്ചർ. അതായത് ഏത് സംസ്കാരമാണോ ഡോമിനന്റ്, ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത് ഏതിനാണോ ആ ഒരു കൾച്ചർ ആയിരിക്കും മിക്കവാറും. എല്ലാ സിനിമകളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ കോമൺ ആയിട്ട് പറയാണ്, എല്ലാ സിനിമകളും അങ്ങനെയല്ല. ഇത് നോക്കൂ, മൂവീസ് ഹാവ് പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഷേപ്പിംഗ് പോപ്പുലർ കൾച്ചർ സിൻസ് ദയർ ഇൻസെപ്ഷൻ. ഇൻസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നത് മുതൽ, സിനിമ എന്ന് പറയുന്ന, സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്ന ടെക്നോളജി വന്നത് മുതൽ ആ ഒരു മേഖലയ്ക്ക് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ സിനിമകള് വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമ്പാക്റ്റ് സിനിമക്ക് ഉണ്ട് എന്നുള്ളതാണ്. കാരണം സിനിമയ്ക്കനുസരിച്ചിട്ട് ആൾക്കാർ മാറുന്നു. കാരണം ആ സിനിമയിലുള്ള കൾച്ചർ, സിനിമയുടെ കൾച്ചർ, ഞാൻ പറഞ്ഞു സിനിമയുടെ കൾച്ചർ ഏതാണെന്ന് ആരാ തീരുമാനിക്കുക, അത് അതിൻ്റെ ആളുകളായിരിക്കും തീരുമാനിക്കുക. അപ്പൊ ആ ഒരു കൾച്ചർ എന്താണോ അതിനനുസരിച്ച് വളരെ വലിയ മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കും. അപ്പൊ ഇതാണ് പറയുന്നത്, മൂവീസ് ഹാവ് പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഡെവലപ്പിംഗ് പോപ്പുലർ കൾച്ചർ. ഒരു പോപ്പുലർ കൾച്ചർ ഡെവലപ്പ് ചെയ്യാം, കാരണം ആ കൾച്ചർ മിക്കവാറും ഡോമിനന്റ് കൾച്ചർ ആയിരിക്കും. അപ്പൊ ആ ഒരു കൾച്ചറിനെ എന്ത് ചെയ്യുക, വൈഡാക്കുക, പോപ്പുലർ ആക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതില് സിനിമ വന്നത് തൊട്ടേ സിനിമ വളരെ വലിയ റോള് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫ്രം ക്ലാസിക് ഹോളിവുഡ് ഫിലിംസ് ടു മോഡേൺ ബ്ലോക്ക് ബസ്റ്റേഴ്സ്, അതായത് ഹോളിവുഡ് ക്ലാസിക് സിനിമകൾ തൊട്ട് ആധുനിക ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമകൾ വരെ ഉള്ള മൂവീസ് ഹാവ് പ്രൊഫൗണ്ട്ലി ഇമ്പാക്റ്റഡ്. സിനിമകൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ആഴത്തിൽ തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ,
ഹൗ വി സീ ആൻഡ് എക്സ്പീരിയൻസ് ദ വേൾഡ്. നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു, നമ്മൾ ലോകത്തെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇത് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ആളുകൾ ലോകത്തെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആളുകൾ ലോകത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ കാണണം, ഇത് തീരുമാനിക്കുന്നത് സിനിമകളാണ്. അല്ലെങ്കിൽ ഇതിൽ വളരെയധികം വളരെ വലിയ ഇമ്പാക്റ്റ് ചെയ്യാൻ ലോകത്തെ ആളുകൾ ലോകത്തെ നോക്കി കാണുന്നതിന്, ആളുകൾ ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യാൻ സിനിമകൾക്ക്, അതിന് ഹോളിവുഡ് ക്ലാസിക്കൽ സിനിമകളാണെങ്കിലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഫിലിംസ് ആണെങ്കിലും മോഡേൺ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണെങ്കിലും സിനിമകൾക്ക് പൊതുവെ ആളുകൾ ലോകത്തെ കാണുന്ന രീതി, എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതി, ഇവയെല്ലാം വളരെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇത്രയും നമ്മൾ പല പല ടെക്നോളജീസിനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് സമ്മപ്പ് ചെയ്യാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്നിച്ച് പറയാണ്. ടെക്നോളജീസ് ലൈക്ക് ടെലിവിഷൻ, ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ ഫോൺ ടെക്നോളജി. ഇനി ഇതും കൂടിയാണ് ഇതിൽ പറയാനുണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാ? ടെക്നോളജീസ് ലൈക്ക് ടെലിവിഷനെ കുറിച്ചൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റും മൊബൈൽ ഫോൺ ടെക്നോളജിയും ഒക്കെ ആൾസോ ഇമ്പാക്ട് മീഡിയ ആൻഡ് മീഡിയേഷൻ. ഇവയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, മീഡിയയെയും അതുപോലെ തന്നെ മീഡിയേഷനെയും വളരെയധികം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ടെക്നോളജിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൽ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അതായത് മാസ് മീഡിയ കൺവേർജൻസ്, ഇതാണ് ക്വസ്റ്റ്യൻ. 2 മാർക്കാണ്, സിമ്പിൾ ആണ്. ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് പഠിക്കും എന്താണ് മാസ് മീഡിയ കൺവേർജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നോക്കൂ, മാസ് മീഡിയ കൺവേർജൻസ് റെഫേഴ്സ്, മാസ് മീഡിയ കൺവേർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു, എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു മെർജിങ് ട്രഡീഷണൽ ആൻഡ് ഡിജിറ്റൽ മീഡിയ ഇൻടു എ സിംഗിൾ പ്ലാറ്റ്ഫോം. അതായത് നമുക്ക് ഇന്നിവിടെ ലഭ്യമായിട്ടുള്ളത് 2 തരത്തിലുള്ള മീഡിയ ആണ് ഇവിടെ ഉള്ളത്. 2 തരത്തിൽ, ഒന്ന് ട്രഡീഷണൽ, മറ്റൊന്ന് ഡിജിറ്റൽ മീഡിയ. ഒന്ന് ട്രഡീഷണൽ, ഒന്ന് പരമ്പരാഗതമായിട്ടുള്ളത് പത്രവും റേഡിയോയും പോലുള്ള ട്രഡീഷണലും, മറ്റൊന്ന് ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ പോലുള്ള ഡിജിറ്റൽ മീഡിയ. ഇത് രണ്ടും പാടെ ചേർന്നിട്ട് ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിക്ക് വരിക. ഇത് രണ്ടും പാടെ കൂടി ചേർന്ന് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആധുനിക ന്യൂസ് റീഡിംഗ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിജിറ്റൽ ടെക്നോളജി ഉണ്ട്. ആ വാർത്ത വായന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ട്രഡീഷണലാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണലും ഡിജിറ്റൽ മീഡിയയും കൺവേർജ് ചെയ്തിട്ട് രണ്ടും കൂടി ചേർന്നിട്ട് എങ്ങോട്ട് വരുന്നു, into a new platform, ഒരു പുതിയ പ്ലാറ്റ്ഫോമിലോട്ട് വരിക, ഒരു പുതിയ തലത്തിലോട്ട് വരിക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാസ് മീഡിയ കൺവേർജൻസ്. അപ്പൊ മാസ് മീഡിയ കൺവേർജൻസ് റെഫേഴ്സ് ടു മെർജിങ് ട്രഡീഷണൽ ആൻഡ് ഡിജിറ്റൽ മീഡിയ. ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഇൻടു എ സിംഗിൾ പ്ലാറ്റ്ഫോം, അത് ഒറ്റ പ്ലാറ്റ്ഫോം. അല്ലെങ്കിൽ ഇത് പലതും പാടെ ചേർന്നിട്ട് പലതും അല്ലേ. അതായത് കാരണം മുൻപ് നമ്മൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഓരോന്നും ഇൻഡിപെൻഡന്റ് ആണ്. റേഡിയോ അത് റേഡിയോ, പത്രം അത് പത്രം, ഇത് എന്താണ്, ഇൻഡിവിജ്വൽ ആണ്. പക്ഷെ എന്നാൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നു. ദാറ്റ് ഈസ് മീഡിയ കൺവേർജൻസ്. ദിസ് കൺവേർജൻസ്, ഈ കൺവേർജൻസ് ഹാസ് ട്രാൻസ്ഫോംഡ് ദ വേ വി കൺസ്യൂം ആൻഡ് ഇന്ററാക്ട് വിത്ത് മീഡിയ. അതായത് ഈ ഒരു കൺവേർജൻസ് നമ്മൾ മാധ്യമങ്ങളെ കൺസ്യൂം ചെയ്യുന്ന രീതിയെയും അതുപോലെ തന്നെ നമ്മൾ മീഡിയയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലും മാറ്റമുണ്ടാക്കാൻ ഈ കൺവേർജൻസിന് സാധിച്ചു. അതായത് ഇന്ന് ഇങ്ങനെയാണ്. ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മീഡിയയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാസ് മീഡിയയും അത് ട്രഡീഷണൽ ആയിട്ടുള്ള മീഡിയയും ഡിജിറ്റൽ മീഡിയയും കൂടി ഒരു സമന്വയമാണ്. അതായത് ഒരുമിച്ചിട്ട് എല്ലാം കൂടി കലർന്നിട്ടാണ് അവിയൽ പരുവെന്ന് പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്കുള്ള വരവ്. ഇത് ആളുകള് മീഡിയയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലും, കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം പത്രം അല്ലെങ്കിൽ
പിന്നെ റേഡിയോ എന്നൊക്കെ പറയുമ്പോൾ റേഡിയോയുടെ തുടക്കത്തിലൊന്നും നമുക്ക് തീരെ അങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല, ഇല്ലല്ലോ. പിന്നീടാണ് എന്ത് വന്നത്, കോളിംഗ് പ്രോഗ്രാംസ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി വന്നു. ഇനി ഇൻ ദ പാസ്റ്റ്, മുൻപ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മീഡിയ, മാധ്യമത്തിന്റെ വ്യത്യസ്ത ഫോംസ് സച്ച് ആസ് പ്രിന്റ്, അതായത് പത്രങ്ങള്, പ്രിന്റ്, റേഡിയോ ആൻഡ് ടെലിവിഷൻ ഓപ്പറേറ്റഡ് ഇൻഡിപെൻഡന്റ്ലി. കാരണം മുൻപ് എന്തായിരുന്നു, ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. അതായത് റേഡിയോക്ക് പത്രമായിട്ടോ പത്രത്തിനോ ടെലിവിഷനുമായിട്ടോ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. കാരണം മുൻപ് ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട്, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, മറ്റൊന്നിനെ ആശ്രയിക്കാതെയാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ വിത്ത് ദ അഡ്വന്റ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി, എന്നാൽ ഡിജിറ്റൽ ടെക്നോളജിയുടെ വരവോടുകൂടി, അപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി വന്നതിന് ശേഷമാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്. ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെ വരവോടുകൂടി ദീസ് പ്ലാറ്റ്ഫോംസ് ഹാവ് കൺവേർജ്ഡ്. എന്ത് ചെയ്തു, ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം, അതായത് റേഡിയോ എന്ന് പറയുന്നതും ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ പ്രിന്റ്, ഇത്തരത്തിലുള്ള വ്യത്യസ്ത, ഇതൊക്കെ ഓരോ പ്ലാറ്റ്ഫോമുകളായിരുന്നു. പ്രിന്റ്, റേഡിയോ, ടെലിവിഷൻ, ഈ വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം എന്ത് ചെയ്തു, കൺവേർജ് ചെയ്തു. ഡിജിറ്റൽ മീഡിയയുടെ വരവോട് കൂടി ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ഹാവ് കൺവേർജ്ഡ്. അങ്ങനെ allowing for new forms of content creation, distribution and consumption. അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അത് കൺസ്യൂം ചെയ്യുന്നതിനും പുതിയ രീതികൾ നിലവിൽ വന്നു. അതായത് വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് മെർജ് ചെയ്തിട്ട് കണ്ടന്റിന്റെ ക്രിയേഷനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ അതിന്റെ കൺസംഷനും പുതിയതായിട്ടുള്ള രീതികൾ നിലവിൽ വരികയും ചെയ്തു. അപ്പൊ ഇത്രയാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, കൺവേർജൻസിനെ കുറിച്ച് പറയാനുള്ളത്, മാസ് മീഡിയ കൺവേർജൻസ്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി എന്ത് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം ഇന്ന് എക്സാം ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, അപ്പൊ നമ്മൾ ഏകദേശം 2 ബ്ലോക്ക്, അതായത് 6ാമത്തെയും 5ാമത്തെയും ബ്ലോക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 1ാമത്തെ ബ്ലോക്കിൽ 1 or 2 യൂണിറ്റ് എടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലോക്കുകൾക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളത്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം, എല്ലാ ബ്ലോക്കുകൾക്കും പ്രാധാന്യം ഒരേപോലെയാണ്. അതായത് 6 ബ്ലോക്സിനും ഒരേ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് എല്ലാ ബ്ലോക്കും എന്ത് ചെയ്യണം, വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വളരെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, എക്സാം എഴുതുക. ഓക്കെ ഫ്രണ്ട്സ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.